ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലപ്പമാണ്. അപ്പം നമ്മൾക്ക് പാലപ്പം എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. ഇപ്പം ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് ഇട്ടിടുന്ന അതേ കപ്പിൽ 1/4 കപ്പ് തേങ്ങയും 1/4 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം, പൊടിയും ചോറും കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഷുഗർ വേണം. ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളമാണ്. അത് നമ്മൾ കുറച്ച് ഒഴിച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്നാകെ ഒഴിക്കരുത്, ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമുക്കിനി പാലപ്പം ഉണ്ടാക്കാൻ പച്ചരി വേണ്ട, ഉഴുന്ന് വേണ്ട, ഈസ്റ്റ് വേണ്ട. ഒരു സവാള മാത്രം മതി. സവാളയും അരിപ്പൊടി മതി. ഇതാണ് ഇതിലെ സൂത്രം കേട്ടോ. സൂപ്പറാണ്, നന്നായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ വേറൊരു യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ട്, നല്ല സൂപ്പറാണ്. അപ്പോൾ നമ്മളെ മാവൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് മിക്സി ജാറിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. മിക്സിയിൽ നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സി ജാറിലേക്ക് മാറ്റി ഒന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതെന്താ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഫുള്ളും ഒന്നാകായിട്ട് മിക്സി ജാറിൽ കൊള്ളാനിട്ട് 2 ട്രിപ്പായിട്ടാണ് ഞാൻ അടിച്ചെടുത്തത്. അപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എല്ലതും എല്ലാ മാവും വേറൊരു പാത്രത്തിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിക്നെസ് തന്നെയാണ് സംഭവം ഉള്ളത്. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈകൊണ്ടല്ല, കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നെ ചെയ്യണം കേട്ടോ. പിന്നെ എന്താ, ഞാൻ മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ സവാള അല്ല, തൊലിയൊക്കെ കളഞ്ഞ് ഒരു സവാള ഇതാ ഈ മാവിലേക്ക് നമുക്ക് ഇട്ട് വെക്കാം കേട്ടോ. ഇതാ മാവിലേക്ക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്, മൂടി വെക്കുന്നുണ്ട്. ഞാൻ ഈ വൈകുന്നേരം ഒരു 6 മണിക്കാണ് ഇത് റെഡിയാക്കിയത്. പിറ്റേ ദിവസം രാവിലെ 7:00 ഞാൻ ഇത് മാവ് തുറന്ന് നോക്കണം കേട്ടോ. കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് കടി ഉണ്ടാക്കാൻ നോക്കിയത്. അപ്പോൾ ഇത് നമ്മളെ സവാള അതിൽ നിന്ന് മാറ്റിയെടുത്തിക്കണം. നല്ല ഫ്ലഫി ആയിട്ട് ഇത് നമ്മളെ മാവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, നല്ല ഇതായിട്ട് ഫ്ലഫി ആയിട്ടുണ്ട്. പൊന്തിയൊന്നും വന്നിട്ടില്ല, പക്ഷെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റ് ഇട്ടാൽ നല്ല ഇങ്ങനെ പൊന്തി വരില്ലേ, അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. ഈ സവാളയാണ് അതിൻ്റെ ഒരു ട്രിക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഈസ്റ്റ് വേണ്ട, ഉഴുന്ന് വേണ്ട, പച്ചരി വേണ്ട, പൊടിയും തേങ്ങയും ചോറും ഒരു സവാള ഉണ്ടെങ്കിൽ അടിപൊളി പാലപ്പം റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ടെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് വെള്ളം ഒന്ന് ചേർത്തിട്ടുണ്ട്. വെള്ളം നല്ല പാകന്, വെള്ളം കുറവാണെന്നെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാമല്ലോ പാലപ്പത്തിൻ്റെ ലൂസ് എത്രയാണെന്നൊക്കെ. അപ്പം ഞാൻ അടുപ്പിലേക്ക് ഇതാ ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. ചട്ടിയൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്താ മാവ് ഒഴിച്ചെടുത്തിട്ട് നമ്മളൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ സൂപ്പർ ടേസ്റ്റാണ്. ഞാനിത് ഉണ്ടാക്കുമ്പോൾ സക്സസ് ആവോ ഇല്ലേ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് നന്നായിട്ട് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കുറച്ച് നേരം മൂടി വെക്കട്ടെ, വേവിച്ചെടുക്കാം. ഞാൻ അതിലേക്ക് ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയത്. ആ വീഡിയോ ഞാൻ മുൻപേ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതൊന്നും ഞാൻ കറി എന്താ ഉണ്ടാക്കിയെന്നൊന്നും ഇതിലെടുത്തിട്ടില്ല. ഇതാ നമ്മളെ പാലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുന്നില്ല ആരും, ഒന്ന് ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതുതായിട്ട് ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട്, അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളവിടെ പാലപ്പം ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാ ഞാൻ ഗ്രീൻ പീൻസ് കറിക്കാണ് ഞാൻ കൂട്ടിയത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരാം. ബൈ, അസ്സലാമു അലൈക്കും.